വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ ഇന്ത്യ US ട്രേഡ് താരിഫ് ഡീൽ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്താതെ തുടരുകയാണ്. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള 25ഓളം രാജ്യങ്ങൾക്ക് ഇന്നലെ രാത്രിയോടുകൂടി താരിഫുകൾ സൂചിപ്പിച്ചുകൊണ്ട് US പ്രസിഡന്റ് ട്രംപ് ലെറ്റേഴ്സ് അയക്കുകയുണ്ടായി. ഇതിന്റെ മുകളിൽ ഒരു നെഗോസിയേഷൻ ആകാം എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരിഫ് വാർ എന്ന ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഓൾറെഡി താരിഫുകൾ സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ മേൽ ഒരു നെഗോസിയേഷൻ ആകാം എന്നൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ താരിഫ് യുദ്ധത്തിലുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു പോസിറ്റീവാണ്. ഇന്ത്യക്ക് കുറച്ചുകൂടെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇന്ന് മറ്റു മാർക്കറ്റുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഓൾമോസ്റ്റ് പോസിറ്റീവ് സെന്റിമെന്റ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡൗ ജോൺസും നാസ്ഡാക്കും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഏകദേശം 1% പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ താരിഫ് സൂചിപ്പിച്ച താരിഫിന്റെ ലെറ്റേഴ്സ് കിട്ടിയ ജപ്പാനും സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. സൗത്ത് കൊറിയയുടെ കോസ്പി ഇൻഡെക്സ് ഏകദേശം 1.6% അപ്പായിട്ടാണ് തുടരുന്നത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 5 പോയിന്റ് ട്രെൻഡ് കാണിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് ടു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയായിരിക്കും ഇന്ന് ഇന്ത്യയിലും നമ്മുടെ നിഫ്റ്റിയിലും ഒരു ഓപ്പണിംഗ് ലഭിക്കുക. തീർച്ചയായിട്ടും താരിഫിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും കൂടുതൽ മാർക്കറ്റിനൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിന്റെ ലെവൽസ് എല്ലാം നോക്കിക്കൊണ്ടതിന് ശേഷം നിഫ്റ്റിയുടെ ലെവൽസ് എല്ലാം നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് തുടരേണ്ടതുണ്ട്. 25,220 എന്നത് നിഫ്റ്റിയുടെ ഇപ്പോഴും ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നു. താരിഫിനെ കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥ കുറിച്ച് മാറുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണ്. എന്നാൽ കൂടുതൽ ചർച്ചകൾ ഇതിന്റെ മേൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇമ്പാക്റ്റുകൾ മാർക്കറ്റിലുണ്ടാവും. ഏതായാലും എല്ലാവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.